ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കറി കൂട്ടാൻ വയ്ക്കുന്നതാണ്. അത് കുക്കർ വിസിൽ വന്നു തുടങ്ങി. അപ്പോൾ അതിലെല്ലാം ചേർത്ത് വെച്ചുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താക്കി. താങ്ക് യു. അപ്പോൾ പരിപ്പ് കഴുകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നാളികേരം, ജീരകം കൂടിയിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതായിരിക്കും നമുക്ക് ഒഴിക്കാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വെക്കാം. ഇന്നത്തെ കൂട്ടാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ, എന്താ വെക്കണേന്നുള്ളത്. അതിന് മുന്നേ വെച്ചിട്ടുള്ള സാധനം തന്നെയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പാകത്തിന് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം. ഇനി എനിക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടേട്ടാ. മുളക് പൊടി ആവശ്യത്തിനനുസരിച്ചിടാട്ടോ. മുളക് പൊടി ഇട്ടു. ഒരു സ്പൂണും കുറച്ചിട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ ഇടാം കേട്ടോ. പാകത്തിനുള്ളത് ഇടാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. എന്നിട്ട് വെള്ളം പോരെങ്കിൽ നമുക്ക് വയ്ക്കാം. പക്ഷെ നമുക്ക് പരിപ്പും മുളകും നാളികേരവും ഒക്കെ ഇട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ പോയി അവിടെ നിന്ന് സാരില്ല. അപ്പോൾ അങ്ങനെ ഇതായാലും നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ചൂഞ്ഞ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇത് കൂട്ടാനാണ് വെക്കാൻ പോണേന്ന് ഞാൻ സർപ്രൈസായിട്ട് പറഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ നമുക്ക് വെയിലാണ് കേട്ടോ, നല്ല വെയിലാണെന്ന്. എന്ത് വെയിലാണെന്നറിയോ? അപ്പോൾ വെയിലാണ്. അപ്പോൾ ഞാൻ എന്താ വെക്കാൻ പോണേന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിൽ പകുതി വെന്ത് വേവാനുള്ള സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. കൂട്ടാൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിട്ടാൽ മതി കേട്ടോ. എന്താണ്? ഇതാണ് കേട്ടോ. ഇതെന്നിട്ടാ മുരിങ്ങയുടെ ഇല. അപ്പം മുരിങ്ങയുടെ ഇല ഫ്രഷ് നമുക്ക് പൊട്ടിച്ച് അങ്ങനെ കൂട്ടാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങയുടെ ഇല പൊട്ടിക്കണം കേട്ടോ. നല്ല തളിരലയാണ് കേട്ടോ, തളിരലയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ വയ്ക്കാൻ നല്ലതല്ലേ. അങ്ങനെ മുരിങ്ങയുടെ ഇല കൂട്ടാൻ വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂട്ടാൻ പിന്നെ റെഡിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടാൻ റെഡിയാവും. ഇല പൊട്ടിച്ചു. അപ്പോൾ വിസിൽ വന്നു. കുക്കറിൻ്റെ വിസിലടി കേൾക്കാണ്ട് ഇവിടുന്ന് 2-3 വിസിൽ വന്നാൽ നമ്മുടെ പരിപ്പും നാളികേരവും ഒക്കെ അരച്ചത് നമുക്ക് റെഡിയാവും. അപ്പോൾ നമുക്ക് പിന്നെ ഇതിടല്ലോ വേണ്ടോ, ഇത്രയും ഇല മതിയാവും. ഇല ഇത് കൂടിയ കുഴപ്പമൊന്നുമില്ല. ഇല ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കൂടിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി വേണമെങ്കിൽ പൊട്ടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എത്താനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ തോട്ടിയൊക്കെ വെച്ച് പൊട്ടിക്കാൻ നിൽക്കണം. അപ്പോൾ ഇത്ര മതി. ഇത് നന്നാക്കാനും ഉണ്ട് കുറച്ച് പണി. അപ്പോൾ നമ്മുടെ കൂട്ടാനുള്ളത് പൊട്ടിച്ചു. നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഞാനത് പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇല അതിലിട്ട് അത് തുറന്ന് ഇല അതിലിട്ട് പിന്നെ അതിൽ വറുത്തിടുന്നതൊക്കെ ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇതിലേക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനത് എല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നു കേട്ടോ. അതിലേക്ക് എടുത്തു. ഞാൻ ചോറ് ഉണ്ണണത് കാണിച്ചു തരാം കേട്ടോ. ചോറ് വിളമ്പി പിന്നെ മുരിങ്ങയുടെ ഇല കൂട്ടാൻ വേണം കേട്ടോ. നല്ല ടേസ്റ്റുണ്ടാകും കേട്ടോ. ഉപ്പും എരിവും ഒക്കെ കറക്റ്റായി പിന്നെ നല്ല ടേസ്റ്റാവും. നാളികേരം അരച്ച കൂട്ടാനും അല്ലേ. പിന്നെ അതിൽ കുറച്ച് അച്ചാർ വിളമ്പിയിട്ടും പിന്നെ സാമ്പാർ, പപ്പടം, എഗ്ഗ് പൊരിച്ചത്, പിന്നെ
സാമ്പാർ ഒഴിച്ചിട്ട് കുറച്ച് സാമ്പാർ മുരിങ്ങൻ്റെ എല്ലാം കൂട്ടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാലും സാമ്പാർ ഉണ്ട്, അത് കുറച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ സാമ്പാറുണ്ട്, എന്നാലും ഞാനൊരു കൂട്ടാൻ വെച്ചൊന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേട്ടോ ഞാൻ 3 വയ്ക്കുന്നത് കാണിക്കാം. ഓക്കെ, അപ്പം മുരിങ്ങയുടെ ഇല കൂട്ടാൻ കൂട്ടിയിട്ട് ചോറുണ്ടാൻ പോവാണ് കേട്ടോ. സാമ്പാറുണ്ട് ഇന്നലത്തെ, പിന്നെ അപ്പോൾ ഞാൻ ചോറിനട്ടാ. അപ്പോൾ ഞാൻ ചോറിനാണ്. സാമ്പാർ ഞാൻ കുറച്ച് ഒഴിച്ചോളൂ, എനിക്ക് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ മുരിങ്ങയുടെ ഇല കൂട്ടാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ഞാൻ കൂട്ടി ചോറിനട്ടെ കേട്ടോ. സൂപ്പറായിട്ടുണ്ട് മുരിങ്ങയുടെ ഇല കൂട്ടാൻ. പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. നിങ്ങളിത് പോലെ വെച്ച് നോക്കൂ കേട്ടോ. പരിപ്പ് ഇട്ടിട്ട് അതിന് നാളികേരം, ജീരകം, മുളക് പൊടി, നാളികേരം ജീരകം അരച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് 3 വിസിൽ വന്ന് നമ്മൾ മുരിങ്ങയുടെ ലാസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ കടുക് വറുത്തിട്ടാൽ മതി, വെറുതെ കടുക് വറുത്തിട്ടാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങയുടെ ഇല കൂട്ടാനും പപ്പടും സാമ്പാറുണ്ട്. സാമ്പാർ ഞാൻ എടുത്തിട്ടില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ എഗ്ഗ് പൊരിച്ചത് ചുടുക്കന. വെറുതെ സബോള, പച്ചമുളക്, ഉപ്പിട്ടു, എന്നിട്ട് നന്നായി കൂട്ടി ഇളക്കി അപ്പാക്കി കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പൊരിക്കുമ്പോൾ. സബോളയും പച്ചമുളക് ഉണ്ടല്ലേ, പച്ചമുളക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളും ആ മാതിരി ഊണിന് അങ്ങനെ നോക്കി നോക്കോട്ടെ. പിന്നെ അത് അച്ചാർ, ഇനി എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാട്ടോ. അതാ അച്ചാർ, മുട്ട, സാമ്പാർ, പപ്പടം എല്ലാം കൂട്ടി ഒരുമിച്ച് കഴിക്കാട്ടോ. മുരിങ്ങയുടെ ഇല കൂട്ടാനും സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.